ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യമേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നതിനെ പറ്റിയാണ്. നമ്മൾ ഓരോരുത്തരെയും പറ്റി ഒരു കുറ്റങ്ങളും കുറവുകളും ഒക്കെ എപ്പോഴും പറയുമല്ലോ. ഒരുങ്ങി കെട്ടി നടക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രസ്സാണ്, ഭയങ്കര ആർഭാടമാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഭയങ്കര തൂർത്തടിയാണ് എന്നൊക്കെ പറയും. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ ജീവിത സ്റ്റൈലിയോ അവരുടെ നടപ്പോ അവരുടെ രീതികളോ ഒന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല. നമ്മൾ കുറ്റം പറഞ്ഞാൽ, നമ്മൾ ഇന്നൊരാളെ കുറ്റം പറഞ്ഞാൽ അത് നാളെ നമുക്ക് തന്നെ വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതെന്നല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ആരെങ്കിലും പരീക്ഷിച്ച് നോക്കൂ. നമ്മൾ ഇന്നൊരാളെ കുറ്റം പറഞ്ഞാൽ അത് നാളെ നമുക്കത് വരും. അതുകൊണ്ട് കഴിവതും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക. ചിലപ്പോൾ അവരവരുടെ അവർക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളവരായിരിക്കും. അതിനൊരു സമാധാനം കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നല്ല രീതിയിൽ നടക്കുന്നതും ഒരുങ്ങിക്കെട്ടി നടക്കുന്നതും ഒക്കെ. അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ്. നമ്മൾ വെറുതെ എന്തിനാ അവരുടെ കുറ്റം പറഞ്ഞിട്ട് നമ്മളെ പാപം പിടിച്ച് വയ്ക്കുന്ന കാര്യം എന്താ? അവരവരുടെ ശരീരം കൊണ്ടല്ലേ നടക്കുന്നത്. അവരെന്തും ചെയ്തോട്ടെ. നമ്മൾ ആരെയും കുറ്റം പറയരുത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കുക, ഈശ്വരനെ വിളിക്കുക, ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ ആരോഗ്യം നോക്കുക. അതൊക്കെയല്ലേ നല്ലത്. നമ്മുടെ വീടും പരിയമ്പുറവും ഒക്കെ വൃത്തിയാക്കി ഇടുക. പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുക. നമ്മൾ ഈശ്വരനെ വിളിക്കുക. നമ്മൾ വിളിക്കുന്ന നമ്മുടെ ആരാധ്യനായ ദൈവം ആരാണോ ആ ദൈവത്തെ നമ്മൾ കൂടുതൽ വിളിക്കണം. ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മാതാവിനെയും പിതാവിനെയും ആദ്യം ഓർത്തിട്ട് വേണം നമ്മൾ ഈശ്വരനെ വിളിക്കാൻ. അപ്പോൾ ഉള്ള സമയം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരെങ്ങനെയും ജീവിച്ചോട്ടെ, അത് അവരുടെ ജീവിതം, അവരുടെ വിഷമം അവർക്കേ അറിയൂ. അതാ അവരവരുടെ വിഷമം. ഇപ്പം എൻ്റെ വിഷമം എനിക്കല്ലേ അറിയുമോ? വേറൊരാൾക്ക് പറഞ്ഞാൽ അറിയുമോ? ഞാനിപ്പോൾ എൻ്റെ വിഷമം ഞാൻ വേറൊരാളോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ പറഞ്ഞു, അത് പറഞ്ഞതുകൊണ്ട് എൻ്റെ വിഷമം പോകത്തില്ലല്ലോ. പിന്നെ എന്നെ ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് നമ്മളത് പറയാതിരിക്കുന്നത് നല്ലത്. നമ്മൾ പരമാവധി ഒരുങ്ങിക്കെട്ടി ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്പനാളത്തെ ജീവിതമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും തിരക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി വല്ലവരുടെയും ശാപം പിടിച്ചു പറ്റാതെ സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കുക. പലർക്കും പല കുറവുകളും കാണും. അത് നമുക്ക് തിരക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനിയും ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനിയും ചെയ്യുക, ലൈക്ക് ഇടുക, കമൻ്റ് അടിക്കുക, എല്ലാം ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി. ഓക്കെ.